ജയിലിൽ കാപ്പ തടവുകാരുടെ അതിക്രമം. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കാപ്പ തടവുകാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. പ്രിസൺ ഓഫീസറടക്കം 5 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മലപ്പുറം സ്വദേശി ജലാലുദ്ദീൻ ഉൾപ്പെടെ 6 തടവുകാർക്കും പരിക്കേറ്റു. ജലാലുദ്ദീൻ സെല്ലിൽ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിച്ചതാണ് ആക്രമണത്തിന്റെ തുടക്കം. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, എന്താണ് സംഭവിച്ചത്? ഷിഹാസെ, ജയിലിലെ തടവുകാരനായിട്ടുള്ള മലപ്പുറം സ്വദേശി ജലാലുദ്ദീൻ ഒരു ബ്ലേഡ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചതാണ് ഈ സംഭവത്തിന്റെ തുടക്കം. അതിനുശേഷം ഈ സംഭവം അറിഞ്ഞ് അല്ലെങ്കിൽ ഇതിന്റെ വിവരം അറിഞ്ഞ് ജയിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഓടിയെത്തുകയും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടെ പരസ്പരം ഒരു തർക്കമുണ്ടാവുകയും ഈ ബ്ലേഡ് കൊണ്ട് തന്നെ ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഈ ജലാലുദ്ദീൻ ഉൾപ്പെടെ തുനിയുകയും ചെയ്തത്. ആ സമയത്ത് ഇതേ സെല്ലിൽ ഉണ്ടായിരുന്ന മറ്റ് തടവുകാരും ഈ സംഘർഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ പരസ്പരം ഒരു ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 4 ജയിൽ ജീവനക്കാർക്കും 6 തടവുകാർക്കുമാണ് പരിക്കേറ്റത്. ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫ്രാൻസിസ്, ജീവനക്കാരായിട്ടുള്ള അഖിൽ, ദിലേഷ്, ജയസുധീർ എന്നിവരും കാപ്പ തടവുകാരായിട്ടുള്ള മലപ്പുറം കരുവന്നൂർ പള്ളിപ്പാടിയിലെ ജലാലുദ്ദീൻ, എറണാകുളം തൃശൂർ സ്വദേശികളായിട്ടുള്ള അതുൽ കൃഷ്ണ, അക്ഷയ്, ഹാരിസ്, അനുരാഗ്, ഷാഹിദ് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. എന്തായാലും പ്രധാനമായും ഉയരുന്ന ചോദ്യം ഈ ജലാലുദ്ദീന് ബ്ലേഡ് ഉൾപ്പെടെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് ഗോവിന്ദച്ചാമി തടവ് ചാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനിടയിൽ കണ്ടെത്തിയത് ബ്ലേഡ് പോലുള്ള വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അതുപയോഗിച്ചാണ് ഇയാൾ ഈ സെല്ലിൻ്റെ കമ്പികളൊക്കെ മുറിച്ച് മാറ്റിയത് എന്നുള്ള ആ രീതിയിലൊക്കെയുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അപ്പോൾ ജലാലുദ്ദീന് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലേഡ് ഉൾപ്പെടെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിനിടയിൽ പരിക്കേറ്റ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടിൻ്റെ ഉൾപ്പെടെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഏകദേശം ഒരു 10:30 ഈ സംഭവം നടക്കുന്നത്. എന്തായാലും അതോടുകൂടി തന്നെ കേസെടുക്കുകയും അതിൻ്റെ തുടർ നടപടികളുമെല്ലാം സ്വീകരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, അർജുൻ കല്യാടാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.